أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസിനികളെ, സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും നമുക്ക് വേണ്ടതെല്ലാം ഇവിടെ സംവിധാനിക്കുകയും ചെയ്ത കാരുണ്യവാനായ നമ്മുടെ റബ്ബ് നമ്മുടെ നന്മക്കായി നിർദ്ദേശിച്ച നിർദ്ദേശങ്ങളും കൽപ്പനകളുമെല്ലാം ജീവിതത്തിൽ യഥാവിധം പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ ശ്രമിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. സമസ്ത മേഖലകളിൽ റബ്ബിനെ സൂക്ഷിച്ച് മരണനേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരണപ്പെട്ട് ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം കരസ്ഥമാക്കുന്ന വിശ്വാസികളിൽ നാഥൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ ചെറുപ്പം മുതലേ പഠിക്കുന്ന ഒന്നാണ് ഇസ്ലാം കാര്യം, അതുപോലെ ഈമാൻ കാര്യം എന്നൊക്കെയുള്ളത്. അതിലൊന്നാമത്തത് എന്താണ് എന്ന് ചോദിച്ചാൽ എല്ലാ ആളുകളും പറയുന്ന കാര്യമാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു അല്ലാതെ ഇലാഹായിട്ട്, ആരാധനക്കർഹനായിട്ട് ഒരു ആരാധ്യനുമില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അള്ളാഹുവിൻ്റെ ദൂതരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് നാം ചൊല്ലുന്ന സാക്ഷ്യവചനം. നമ്മൾ സാക്ഷിയാവുകയാണ് അതിന്. നമ്മുടെ എല്ലാം ജീവിതങ്ങളിൽ, കച്ചവടങ്ങളിൽ, ഇടപാടുകളിൽ, അതുപോലെ വല്ല നീതിയും നടപ്പാക്കേണ്ട ഇടങ്ങളിൽ, വിവാഹവേളയിൽ, വിവാഹമോചന വേളയിൽ, ഇതിലെല്ലാം സാക്ഷികൾ അതിപ്രധാനമാണ്. സാക്ഷികൾ കൂറുമാറുന്നതും അതുമൂലം ഓരോ കേസുകൾ തള്ളിപ്പോകുന്നതുമെല്ലാം വായിക്കുന്നവരും അറിയുന്നവരുമാണ് നാം ഓരോരുത്തരും. സാക്ഷികൾക്ക് പ്രാധാന്യമുണ്ട് എന്നതാണ് ഇതൊക്കെ നമ്മെ സൂചിപ്പിക്കുന്നത്. അതുപോലെ നമ്മൾ സാക്ഷ്യം വഹിക്കുന്ന ഒന്നാണ് അള്ളാഹു ആരാധ്യനാണ് എന്നുള്ളത്. അതുപോലെ മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതരാണ് എന്നുള്ളതും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ജീവിതത്തിൽ ആ പ്രവാചകൻ നമ്മെ സ്നേഹിക്കുകയും നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുകയും ചെയ്യേണ്ട വ്യക്തിത്വമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആയിരിക്കണം നമ്മുടെ സാക്ഷ്യം. പ്രവാചകൻ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് പറയുമ്പോൾ ആ റസൂലാണെന്ന് പറഞ്ഞ് അംഗീകരിക്കുകയും ആ പ്രവാചകൻ പറഞ്ഞതിനപ്പുറം, പഠിപ്പിച്ചതിനപ്പുറം ചെയ്യാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആ സാക്ഷ്യത്തിൻ്റെ പൂർത്തീകരണം എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം സ്നേഹിക്കണം. എന്തുകൊണ്ട് പ്രവാചകനെ നമ്മൾ സ്നേഹിക്കണം? ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും. അല്ലാഹു തആല പറയുകയാണ്, തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നുള്ള ഒരു റസൂലിനെ, നിങ്ങളിൽ നിന്നുള്ള ഒരു ദൂതൻ ഇതാ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. മനുഷ്യനായി, മനുഷ്യനെപ്പോലെ കഴിവുള്ള, മനുഷ്യനെപ്പോലെ കൈയും കാലും ശരീരവുമുള്ള മനുഷ്യനായ ആ അറബ് ഗോത്രത്തിൽ 40 വയസ്സ് വരെ ജീവിച്ച ഒരു വ്യക്തിത്വം. അങ്ങനെയുള്ള ഒരു റസൂലാണ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. ആകാശത്ത് നിന്ന് ഇറക്കപ്പെട്ട ഏതെങ്കിലും രൂപമാറ്റം സംഭവിച്ച മലായിക്കത്തുകളോ അതല്ലെങ്കിൽ ജിന്നുവർഗത്തിൽപ്പെട്ട ഏതെങ്കിലും ആളോ അല്ല എന്നാണ് അല്ലാഹു തആല ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നുള്ള
പ്രവാചകനെ നിങ്ങൾക്ക് അയക്കുകയുണ്ടായി. അസീദുൻ അലൈഹി മാ അനിത്തുൻ, ആ പ്രവാചകൻ നിങ്ങൾ കഷ്ടപ്പെടുന്നത് സഹിക്കുവാൻ കഴിയാത്തവനാണ് ആ പ്രവാചകൻ. ഹരീസുൻ അലൈക്കും, അതുപോലെ നിങ്ങളുടെ കാര്യത്തിൽ അതീവമായ താല്പര്യമുള്ള വ്യക്തിത്വമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, വിശ്വാസികളായ ആളുകളോട് അങ്ങേയറ്റം ദയയും കാരുണ്യവുമുള്ളവനാണ് ആ പ്രവാചകനെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകനെ കുറിച്ച് അല്ലാഹു തആല 9-ാമത്തെ അധ്യായം സൂറത്ത് തൗബ 128-ാമത്തെ സൂക്തത്തിലൂടെ പഠിപ്പിക്കുകയാണ്. നമ്മളോട് സ്നേഹവും കാരുണ്യവുമുള്ള പ്രവാചകൻ. ആ സ്നേഹവും കാരുണ്യവും എന്ന് പറയുന്നത്, നമ്മൾ അങ്ങാടിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ, ഇരുചക്ര വാഹനത്തിൽ ഒരു കുടുംബം ഇങ്ങനെ സഞ്ചരിക്കുമ്പോ ബാക്കിലിരിക്കുന്ന പിറകിലിരിക്കുന്നത് ഒരു സ്ത്രീയാണ് എങ്കിൽ ആ സ്ത്രീയുടെ വസ്ത്രമോ വല്ല ഷാളോ അത് ഒന്ന് ഇറങ്ങി ആ ടയറിലേക്ക് എത്തുന്ന വിധത്തിൽ യാത്ര ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മൾ വിളിച്ചു പറയും. ഓടിപ്പോകാൻ കഴിയുന്നവർ പോകും, ഫോളോ ചെയ്ത് പോകാൻ കഴിയുന്നവർ ഫോളോ ചെയ്ത് പോയി കാര്യം പറഞ്ഞ് അവിടെ അതിൽ നിന്നും അവരെ സംരക്ഷിക്കും. ആരെങ്കിലും വണ്ടിയുടെ സ്റ്റാൻഡ് തട്ടാതെ പോകുമ്പോ നമ്മൾ ഉറക്കെ വിളിച്ചു പറയും. എന്തുകൊണ്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്? അങ്ങേയറ്റം മനുഷ്യനാണ്, ആ മനുഷ്യന് ഒരു നിലക്കും ഒരു അപകടവും പറ്റരുത് എന്ന ഒരു കാര്യത്തിന്റെ പുറത്താണ് നമ്മൾ. കാരണം ആ അപകടം പറ്റിയാൽ എന്താവും സ്ഥിതി എന്ന് നമുക്കറിയാം. കാരണം നമുക്ക് അപകടം പറ്റുന്നത്, വേദനയാകുന്നത് അനുഭവിച്ചവരും അതല്ലെങ്കിൽ നമുക്കതിനെക്കുറിച്ച് ജാഗ്രതയുള്ളവരുമാണ് നമ്മൾ. അതുപോലെയുള്ള എൻ്റെ സഹജീവിയായ മനുഷ്യർ അപ്രകാരം ഒരു അപകടത്തിലും പെടരുത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അതെല്ലാം ചെയ്യുന്നത്. ഇതുപോലെ ഇതിനേക്കാളും ഭയാനകരമായ, ഇവിടത്തെ ചൂടിനേക്കാളും ഇരട്ടിയിലധികം, എത്രയോ ഇരട്ടിയിലധികം അതിഭയാനകരമായ ചൂടുള്ള നരകാഗ്നി ഒരു മനുഷ്യനെ 60, 70, 80 അതല്ലെങ്കിൽ 100 വളരെ പരിമിതമായ ആളുകൾ അങ്ങനെയെല്ലാം ജീവിക്കുന്ന ആ ഒരു ആയുസ്സുള്ള മനുഷ്യൻ, എന്നാൽ യുവത്വ കാലഘട്ടത്തിൽ ഇങ്ങനെ ആ യുവത്വം തിളുമ്പുന്ന അതേ അവസ്ഥയിൽ, അതിൽ നിന്ന് ഒരു മാറ്റമില്ലാത്ത, എന്തിനും കഴിയുന്ന അതേ അവസ്ഥയിൽ കാലങ്ങളോളം ജീവിക്കേണ്ടി വരുന്ന ഒരു ലോകം വരാനുണ്ട് എന്നും ആ ലോകത്തൊരു നരകാഗ്നി ഉണ്ട് എന്നും ആ നരകാഗ്നിയിൽ ചെന്നുപെട്ടാൽ പിന്നെ അതിൽ നിന്നുമുള്ള മോചനം പ്രയാസകരമാണ് എന്നും ഒക്കെ അറിയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്നെല്ലാം നമ്മെ മോചിപ്പിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി 40-ാമത്തെ വയസ്സിൽ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബക്കാരെ പിണക്കിക്കൊണ്ട്, നാട്ടുകാരെ പിണക്കിക്കൊണ്ട്, ഇഷ്ടപ്പെട്ടവരെ പിണക്കിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രഖ്യാപനം ഈ ലോകത്തിനു മുമ്പ് പറഞ്ഞു തന്നു. നാം അടക്കം ഇന്ന് വരെ ജീവിച്ചു പോരുന്ന മുഴുവൻ ആളുകൾക്കും വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നാട് വിട്ടുപേക്ഷിച്ചു പോകേണ്ടി വന്ന അവസ്ഥ വന്നു. സ്വന്തം നാട്ടുകാരെ വെറുപ്പിക്കേണ്ട അവസ്ഥ വന്നു. നാട്ടുകാരുടെ അനിഷ്ടങ്ങൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാരണക്കാരനായി. എന്തിന് നാളിതുവരെ ഇനിയും വരാനുള്ള മുഴുവൻ ജനങ്ങളും അവരെല്ലാവരും സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലണമെന്ന ആഗ്രഹത്തിൽ, പരലോകത്ത് വിജയിക്കണമെന്ന ആഗ്രഹത്തിൽ, അതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ അപ്രകാരം എല്ലാം ഉപേക്ഷിച്ച് നമുക്ക് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സഹിച്ചത്. അത്തരത്തിൽ അത് പ്രവാചകൻ സ്വന്തം നാട് വിട്ടു പോയത്, അതെല്ലാം നമുക്ക് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതാണ്. ആ പ്രവാചകനെ തിരിച്ച് സ്നേഹിക്കുക എന്നുള്ളത് വിശ്വാസികൾ എന്നുള്ള നിലയിൽ നമ്മുടെ ബാധ്യതയാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമെ എങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്? ആ പ്രവാചകൻ കാണിച്ചു തന്ന മാതൃകകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ തീർച്ചയായും
നിങ്ങൾക്കുത്തമമായ മാതൃകയുണ്ട്. ഒരു നിലക്കും വക്രതയില്ലാത്ത, ഒരു നിലക്കും മാറ്റി നിർത്തപ്പെടേണ്ടതില്ലാത്ത മാതൃക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ട്. സൂറത്തുൽ അഹ്സാബ് 21-ാമത്തെ സൂക്തം അല്ലാഹു തആല പറയുകയാണ്, ആ പ്രവാചകൻ മാതൃകയുണ്ട്, ആ പ്രവാചകൻ നമ്മുടെ റോൾ മോഡൽ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. നമ്മുടെ എല്ലാം ജീവിതങ്ങളിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ, അതല്ലെങ്കിൽ വസ്ത്രമുടുക്കുമ്പോൾ പല ആളുകളും നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടാകും. അതിലൊക്കെ ആരെങ്കിലുമൊക്കെ കാണിച്ചു തരുന്ന രൂപത്തിലുള്ള വസ്ത്രധാരണവും, ഏതെങ്കിലുമൊക്കെ താരങ്ങൾ കാണിച്ചു തരുന്ന രൂപത്തിലുള്ള, പറഞ്ഞു തരുന്ന രീതിയിലുള്ള ഭക്ഷണക്രമവും ഒക്കെ ചിലപ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ മാറ്റിയിട്ടുണ്ടാകും. അതല്ലെങ്കിൽ ചെറിയ കുട്ടികളോട് ആരാണ് റോൾ മോഡൽ എന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ ഉപ്പയാണ് എന്ന് പറയുമ്പോൾ, അവരുടെ സൂപ്പർ ഹീറോസായി ഉപ്പ മാറുമ്പോൾ അവരുടെ ജീവിതങ്ങളിലെല്ലാം അവർ മാതൃകയാക്കുന്നത് അവരുടെ ഉപ്പയെയാണ്. അതുപോലെ നമ്മുടെ എല്ലാം ജീവിതങ്ങളിൽ പല ആളുകളെയും നമ്മൾ അപ്രകാരം മാതൃകയാക്കിയിട്ടുണ്ടാകും. എന്നാൽ വിശ്വാസികൾ എന്നുള്ള നിലയിൽ എല്ലാ രംഗങ്ങളിലും മാതൃകയാക്കേണ്ട മഹത്തായ വ്യക്തിത്വമാണ് മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ജീവിതത്തിൽ നമുക്ക് മാതൃകയുണ്ട് എന്നുള്ളതാണ്. അവിടുത്തെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അതല്ലെങ്കിൽ അവിടുത്തെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് വഇന്നക ലഅലാ ഖുൽഖിൻ അളീം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖലം 4-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു തആല പറയുന്നു, വഇന്നക ലഅലാ ഖുൽഖിൻ അളീം. തീർച്ചയായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തമമായ സ്വഭാവത്തിന്റെ, മഹത്തരമായ സ്വഭാവത്തിന്റെ ഉടമയാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്താണ് എന്ന് ആയിഷ ബീവിയുടെ സമീപത്ത് ചെന്നുകൊണ്ട് ചില ആളുകൾ ചോദിക്കുന്നു. ആ സമയത്ത് പ്രവാചകന്റെ ജീവിതം കാന ഖുൽഖുഹു അൽ ഖുർആൻ. തീർച്ചയായും പ്രവാചകന്റെ ജീവിതം, പ്രവാചകന്റെ സ്വഭാവം അത് ഖുർആനാകുന്നു എന്ന് അവിടുത്തെ മറുപടി. ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. പ്രവാചകൻ പറയുകയാണ്, തീർച്ചയായും എന്നെ അല്ലാഹു തആല നിയോഗിച്ചത് നല്ല സ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്, സൽ സ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ എല്ലാം ജീവിതങ്ങളിൽ ഏറ്റവും അധികം മാതൃകയാക്കേണ്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നല്ല സ്വഭാവം, നല്ല പെരുമാറ്റം. അത് ആരോടെല്ലാം? ഇണകളോട്, ചെറിയ കുട്ടികളോട്, ഭൃത്യനോട്, വീട്ടിലെ അതിഥികളോട്, അഗതിയോട്, അനാഥരോട്, രോഗിയോട് തുടങ്ങി എല്ലാ നിലയിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖദിംതു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 സിനീൻ. 10 വർഷക്കാലം ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സേവനമനുഷ്ഠിച്ചു. എന്നോട് ഒരു വേള പോലും പ്രവാചകൻ ഛേ എന്നുള്ളൊരു വർത്തമാനം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എന്തിന് നീ അത് ചെയ്തു എന്ന് പ്രവാചകൻ എന്നോട് ഒരു വേള ചോദിച്ചിട്ടില്ല. നീ എന്തിനത് ചെയ്തില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചില്ല. വകാന റസൂലുള്ളാഹി മിൻ അഹ്സനിൻ നാസി ഖുൽഖാ. ഞാൻ കണ്ട മനുഷ്യരിൽ വെച്ച് ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമ എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ളതാണ്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. നമ്മുടെ വീടുകളിലേക്ക് ജോലി ആവശ്യത്തിനായി വരുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ട് എങ്കിൽ അവരോടുള്ള നമ്മുടെ സമീപനം എന്താണ്? ജോലി ആവശ്യാർത്ഥം നമ്മുടെ നാടുകളിൽ വന്ന് ജോലി ചെയ്യുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളോടുള്ള നമ്മുടെ സമീപനം എന്താണ്? അവർ നമ്മുടെ വീടുകളിലേക്ക് വന്നാൽ അവരോടുള്ള നമ്മുടെ സമീപനം എന്താണ്? നമുക്ക് വിളമ്പുന്ന അതേ ഭക്ഷണമാണോ അവർക്ക് വിളമ്പാറുള്ളത്? നമ്മൾ മറ്റുള്ളവരോട്, മലയാളികളോട് ഇടപെടുന്ന അതേ രൂപത്തിലുള്ള ഇടപാടുകളാണോ അവരോട് ചെയ്യാറുള്ളത്? നാം ആലോചിക്കുക. മനുഷ്യരാണ് അവരും മനുഷ്യരാണ്. 10 കൊല്ലം സേവനം ചെയ്ത ഒരാളോട് ചെയ്യുന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു ദിവസം ജോലിക്ക് വന്നയാളെപ്പോലും പകുതിക്ക് വെച്ച് വെറുപ്പിച്ചു വിടുന്നവരാണ് നമ്മളിൽ പലരും എന്നുള്ളത് നാം ഓരോരുത്തരും ആലോചിക്കേണ്ട വസ്തുതയാണ്. അപ്പോ നമ്മുടെ സ്വഭാവത്തിൽ എന്തോ മാറ്റേണ്ടതുണ്ട്, നമ്മുടെ ജീവിതങ്ങളിൽ എന്തോ മാറ്റേണ്ടതുണ്ട്. നമ്മുടെ കൂടെ കഴിയുന്നവരെ വെറുപ്പിക്കുന്നവരാണ്. നമ്മുടെ കൂടെ കഴിയുന്നവർക്ക് പല നിലക്കുമുള്ള അരോചകത്വം ഉണ്ടാക്കുന്നവരാണ്. ഇണയോട്
അരോചകത്വമുണ്ടാക്കുന്നവരാണ്. ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും പരസ്പരം പല നിലക്കും മനസ്സിലാക്കാതെ, എന്താണ് എന്ന് മനസ്സിലാക്കാതെ, എന്താണെന്നറിയാതെ പല നിലക്കും അരോചകമുണ്ടാക്കുന്നുണ്ട് എങ്കിൽ ഇവിടെ പ്രവാചകന്റെ ജീവിതം, ഭൃത്യനായ ഒരാളോട് പ്രവാചകൻ കാണിച്ച സേവനം ചെയ്ത ഒരാളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച സ്വഭാവം അത് എത്രമേൽ മഹത്തരമാണ് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നു, എനിക്കൊരു അനുജനുണ്ട്. ആ അനുജന്റെ പേര്, ആ അനുജന് അവന് കളിക്കാനുണ്ടായിരുന്ന, അവനെ ഉമൈർ എന്നായിരുന്നു ഞങ്ങൾ വിളിച്ചിരുന്നത്. അവന് കളിക്കാനുണ്ടായിരുന്ന അവന്റെ പെറ്റ്, ഒരു കിളി അവനുണ്ടായിരുന്നു. അവൻ അതിനെ കളിപ്പിക്കും. ഒരു ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ വീട്ടിലെത്തിയ സമയത്ത് അവനെ വിഷമിച്ചിരിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു എന്നാണ്. ആ നേരത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ മുഖത്ത് പുഞ്ചിരി വിടരുന്നത് വരെ അവനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചു. അവനെ സന്തോഷിപ്പിച്ച് അവനോട് ഏറെ നേരം കളിച്ചിട്ടാണ് മദീനയുടെ ചക്രവർത്തി, മദീനയുടെ നായകൻ, മദീനയുടെ ഭരണാധികാരി ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത് എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്. നമ്മുടെ വീട്ടിലെ, നമ്മുടെ സ്വന്തം മകൻ, ഞാനും നിങ്ങളും പറയുന്ന, ഞാനും കേൾക്കുന്ന നിങ്ങളും ആലോചിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ചെറിയ കുട്ടി അവന്റെ ഒരു ടോയ്സ് കേടുവന്നതുമായി, കംപ്ലൈന്റുമായി നമ്മുടെ സമീപത്തേക്ക് വരുമ്പോ നമ്മുടെ നിലപാടെന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാമായിരുന്നു രാജ്യം നഷ്ടപ്പെട്ട രാജാവിന്റെ ദുഃഖവും കളിപ്പാട്ടം നഷ്ടപ്പെട്ട കുട്ടിയുടെ ദുഃഖവും ഒരേപോലെയാണെന്ന് അറിയുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയോട്, അനസ് ഇബ്നു മാലിക്കിന്റെ വീട്ടിലെ കുട്ടിയോട് കുറെ നേരം ഇരുന്ന് സംസാരിച്ച് സന്തോഷിപ്പിച്ചിട്ട് തിരിച്ചു പോന്നു എന്നുള്ളതാണ്. നമ്മൾ ആലോചിക്കുക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്നു. ഒരു ദിവസം സുജൂദിൽ നിന്നും എണീക്കുവാൻ നേരം വൈകുന്നു. എന്താണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബ ചോദിക്കുന്നു. ആ നേരത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, എന്റെ തോളിൽ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ കളിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ എഴുന്നേൽക്കാൻ വൈകിയത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. രണ്ട് പേരക്കുട്ടികളെയും കൈകളിൽ ഏന്തി മിമ്പറിൽ കയറി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വഹാബയെ അഭിസംബോധന ചെയ്തിരുന്നു. നാം ഒന്ന് ആലോചിക്കുക, ഞാൻ എന്റെ കുട്ടിയെ കൈകളിൽ ഏന്തി മിമ്പറിൽ കയറി സംസാരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മനോഭാവം എന്തായിരിക്കും? എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത പ്രവൃത്തി എന്താണ്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര പറഞ്ഞാലും തീരാത്ത, എത്ര വായിച്ചാലും മതി വരാത്ത അവിടത്തെ ജീവിതം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിലേക്കതാ ഒരു അഅറാബി കടന്നു വരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിലേക്ക് കടന്നു വന്ന അഅറാബി പള്ളിയുടെ ഒരു മൂലയിൽ ഇരുന്നിട്ട് മൂത്രമൊഴിക്കുകയാണ്. ആ നേരത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുണ്ടായിരുന്ന ഉമർ റളിയല്ലാഹു അൻഹു, സ്വഹാബികൾ എഴുന്നേറ്റു അദ്ദേഹത്തെ തടയുവാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തടഞ്ഞു, ചെയ്യരുത്, അദ്ദേഹം അത് പൂർത്തിയാക്കട്ടെ. പൂർത്തിയാക്കുന്നതിന് മുമ്പ് അവർ തടയാൻ, അദ്ദേഹത്തെ ഓടിക്കുവാൻ നടന്നാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താണ്? അദ്ദേഹം അതുമായിട്ട്, ആ നജസുമായിട്ട് ആ പള്ളി മുഴുവനോടും, അതല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്തുകൊണ്ട് അദ്ദേഹം അതിന് തടസ്സമാകും. അതുകൊണ്ട് ആ മൂത്രമൊഴിക്കലിന് തടസ്സമാകരുത് എന്നുകൊണ്ട് അത് പൂർത്തീകരിക്കാൻ പ്രവാചകൻ അനുവദിക്കുന്നു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തിന്റെ തോളിൽ കൈയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുകയാണ്, ഇത് പള്ളിയാണ്, ഇതിനൊരു പവിത്രതയുണ്ട്, ഇവിടെയല്ല മലമൂത്ര വിസർജനം നടത്തേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പ്രവാചകന് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ റഹംനി അർഹം മുഹമ്മദ, അല്ലാഹുവേ എനിക്കും മുഹമ്മദിനും കാരുണ്യത്തെ ചൊരിയണേ. പ്രവാചകൻ ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ തോളിൽ തട്ടിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുന്നു, പടച്ചവന്റെ കാരുണ്യത്തെ നമുക്കിരുവർക്കും ഇടയിലായി ചുരുക്കല്ലേ എന്ന്.
പള്ളിയിൽ മൂത്രമൊഴിച്ച ഒരാളോടുള്ള പ്രവാചകന്റെ സമീപനമാണ്. നമ്മുടെ പള്ളിയിലേക്ക് ഒരു ചെറിയ കുട്ടിയെ ഒരു വല്യാപ്പ കൈപിടിച്ച് കൊണ്ടുവന്ന് ഒന്ന് ആലോചിക്കുക. ആ കുട്ടി അറിയാതെ ആ പള്ളിയിൽ മൂത്രമൊഴിച്ചു എന്ന് നമ്മൾ സങ്കല്പിക്കുക. അയാളോടുള്ള നമ്മുടെ സമീപനം എന്തായിരിക്കും? അയാളോടുള്ള നമ്മുടെ സമീപനം എന്തായിരിക്കും? ചില പണ്ഡിതന്മാരുടെ സംസാരങ്ങൾ വരെ കേൾക്കാനിടയായി പള്ളി വലിയ പവിത്രമുള്ളതാണ്, പള്ളിയുടെ മഹത്വം അറിയാത്തൊരു കുട്ടിയെയും പള്ളിയിലേക്ക് കൊണ്ടുവരരുത് എന്നൊക്കെ പറയുന്ന ചില പുരോഹിതന്മാരുടെ, പണ്ഡിതന്മാരെന്നറിയപ്പെടുന്ന ആളുകളുടെ പ്രഭാഷണങ്ങൾ കേൾക്കാനിടയായി. പള്ളിയിൽ മൂത്രമൊഴിച്ച ഒരാളോട് പ്രവാചകൻ കാണിച്ച നിലപാടാണ്. നമ്മുടെ പള്ളിയിലേക്ക് ഒരാൾ അറിയാതെ ചെരുപ്പിടാത്ത ഭാഗത്തേക്ക് ചെരുപ്പിട്ട് കയറിയാലുണ്ടാകുന്ന നമ്മുടെ സമീപനം എന്താണ്? ആലോചിക്കുക. പ്രവാചകൻ കാണിച്ച, മൂത്രമൊഴിച്ചയാളോട് പ്രവാചകൻ കാണിച്ച സമീപനം എന്താണ്? പ്രിയപ്പെട്ടവരെ, ആ പ്രവാചക ജീവിതത്തിലെ മാതൃകകളാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ടത്. പറഞ്ഞു കൊടുക്കണം. അത് പറയുന്നതിന് അതിൻ്റെതായ രീതികളുണ്ട്, അതിൻ്റെതായൊരു മാന്യതയുണ്ട്, ആ സംസാരത്തിനൊരു സൗമ്യതയുണ്ട്, ആ സംസാരത്തിന് ഒരു താഴ്മയോടുകൂടിയ, അതല്ലെങ്കിൽ മനസ്സിലാകുന്ന തരത്തിലുള്ള സംസാരം. ഇയാൾ എൻ്റെ കൂടെ നാളെ എൻ്റെ സൊഫിൽ നിന്ന് കാലോട് കാല് ചേർന്ന് തോളോട് തോള് ചേർന്ന് നമസ്കരിക്കേണ്ട വ്യക്തിയാണ് എന്ന ഒരു ഭാവത്തിലായിരിക്കണം അത്തരത്തിൽ ആളുകളോട് സംസാരിക്കേണ്ടത്. ഒരിക്കൽ പ്രവാചകന്റെ പള്ളിയിൽ മഹാനായ മുആവിയത്ത് ഇബ്നു ഹകം അസ്-സുലമി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ പുതുതായിട്ട് മുസ്ലിമായ സമയം നമസ്കാരത്തിൽ സംസാരിക്കാൻ പാടില്ല എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ആ നേരത്ത് ഒരാൾ തുമ്മിയപ്പോൾ അൽഹംദുലില്ലാ പറഞ്ഞു. അൽഹംദുലില്ലാ പറഞ്ഞാൽ അർഹമക്കുള്ള മറുപടി പറയണമെന്ന് എനിക്കറിയാമായിരുന്നു. നമസ്കാരത്തിലാണ്, അത് ദിക്റാണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം അത് ചൊല്ലി. എന്നാൽ അതിന് മറുപടി പറയാൻ പാടില്ല എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ അർഹമക്കല്ലാ എന്ന് മറുപടി പറഞ്ഞു. ആ നേരത്ത് പല ആളുകളും എന്നെ തുറിച്ചു നോക്കി. നമസ്കാരത്തിൽ തന്നെ പല നിലക്കുമുള്ള ആംഗ്യങ്ങൾ കാണിച്ചു, പല നിലക്കും എന്നോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു. ആ നേരത്ത് ആ ആളുകളോട് ഞാൻ വീണ്ടും സംസാരിച്ചു, നിങ്ങൾ എന്താണ് പറയുന്നത് എന്നുള്ള രൂപത്തിൽ നമസ്കാരത്തിൽ തന്നെ ഞാൻ സംസാരിച്ചു എന്ന് അദ്ദേഹം പറയുകയാണ്. അങ്ങനെ നമസ്കാരം കഴിഞ്ഞ ആളുകളൊക്കെ പിറുപിറുത്തു. കുറച്ചു കഴിഞ്ഞിട്ട് പ്രവാചകൻ എന്നെ കൂട്ടിപ്പോയിട്ട് പ്രവാചകൻ എന്നോട് പറഞ്ഞു, ഇന്ന ഹാദിഹി സ്വലാത്ത് ലാ യുസ്ലിഹു ഫീഹാ ഷൈഇൻ മിൻ കലാമിൻ നാസ്. ഒരു സംസാരവും ഈ നമസ്കാരത്തിൽ സംസാരിക്കാൻ പാടില്ല. ഇന്നമാ ഹിയ തസ്ബീഹ് വതക്ബീർ വഖിറാഅത്തുൽ ഖുർആൻ. നമസ്കാരം എന്ന് പറഞ്ഞാൽ തസ്ബീഹും തക്ബീറുകളും ഖുർആൻ പാരായണവുമാകുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആവിയത്ത് ഇബ്നു ഹകം റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് അദ്ദേഹം പ്രവാചകനെ കുറിച്ച് പറഞ്ഞ ചില വാക്കുകളുണ്ട്. ഫലമ്മാ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅബിയ വഹുവ ഉമ്മി. എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും അങ്ങേക്ക് ദണ്ഡമാണ് പ്രവാചകരെ എന്ന് പറഞ്ഞിട്ട് മുആവിയ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫമുഅല്ലിമൻ ഖബ്ലഹു വമാ ബഅദഹു മാ റഅയ്തു മുഅല്ലിമൻ ഖബ്ലഹു വലാ ബഅദഹു അഹ്സനു തഅലീമൻ മിൻഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞു തന്നതുപോലെ ഒരു അധ്യാപകനെയും ഇതിനു മുമ്പോ ഇതിനു ശേഷമോ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുകയാണ്. നമ്മുടെ പള്ളിയിൽ ഒരാൾ അങ്ങനെ തെറ്റ് ചെയ്താൽ നമ്മൾ നമസ്കാരം കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്യും, ആളുകളുടെ മുന്നിൽ വെച്ച് അദ്ദേഹത്തെ പരിഹസിക്കും, ആളുകളുടെ മുന്നിൽ വെച്ച് നമ്മൾ ബഹളമുണ്ടാക്കി ഉറക്ക സംസാരിച്ച് അദ്ദേഹത്തിന്റെ അഭിമാനമുണ്ട് എന്ന് പോലും ഓർക്കാതെ നമ്മൾ അദ്ദേഹത്തെ തിരുത്തും. അങ്ങനെയല്ല, അതിനൊക്കെ ഒരു രീതിയുണ്ട് എന്നുള്ളത് കാണിച്ചു തരികയാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാതൃകയാണ്. നമസ്കാരം പഠിച്ചു വരുന്ന ഒരു കുട്ടി എന്തെങ്കിലുമൊക്കെ നമസ്കാരത്തിൽ കാലുകൊണ്ടോ കൈ കൊണ്ടോ ഒക്കെ കളിച്ചാൽ നമ്മുടെ സമീപനം എന്താ? ഇവിടെ പ്രവാചകന് കാണിച്ചു തന്ന രീതി എന്താ? അതുകൊണ്ട് അവിടത്തെ ജീവിതത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ, അവിടത്തെ സ്വഭാവത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും തീരാത്തത്ര, എത്ര മഹത്വം പറഞ്ഞാലും തീരാത്തത്ര പരിശുദ്ധമായ ഈ ലോകരിൽ ഏറ്റവും സൃഷ്ടികളിൽ ശ്രേഷ്ഠനായ മാനവരിൽ മഹോന്നതനായ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജീവിതത്തെ പഠിക്കാനും പുൽകാനും പകർത്താനും നമ്മൾ കഴിവിന്റെ പരമാവധി പരിശ്രമിക്കുക. നാഥൻ അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്
وعلى آله وعلى صحابته أجمعين وبعد. അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക്, ആയിഷ ബീവിയുടെ വീട്ടിൽ പ്രവാചകൻ കഴിയുമ്പോൾ പ്രവാചകന്റെ ഒരു സ്വഹാബി, ഒരു കുട്ടി മറ്റൊരു ഭാര്യയുടെ വീട്ടിൽ നിന്നും എന്തോ ഒരു പലഹാരം പ്രവാചകന്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നു. ഇത് ആയിഷ ബീവിക്ക് അത്ര പറ്റിയില്ല. ആയിഷ ബീവി ആ പാത്രം ആ കുട്ടിയുടെ കൈകളിൽ നിന്നും വാങ്ങി ആ പാത്രം എറിഞ്ഞുടക്കുന്നു. ഇതേ കാര്യം നമ്മുടെ വീട്ടിലാണ് സംഭവിച്ചതെന്ന് നമ്മൾ ആലോചിക്കും. നമ്മുടെ ഉമ്മയുടെ മുന്നിൽ, നമ്മുടെ സഹോദരങ്ങളുടെ മുന്നിൽ, നമ്മുടെ മക്കളുടെ മുന്നിൽ നമ്മുടെ ഇണ ഇപ്രകാരം ചെയ്തു, വീട്ടിലെ പാത്രം എറിഞ്ഞുടച്ചു, നമ്മോട് ദേഷ്യപ്പെട്ടു, കയർത്തു സംസാരിച്ചു. പ്രതികരണം എന്തായിരിക്കും? നമ്മുടെ പ്രതികരണം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ആദ്യം ആ കുട്ടിയെ പറഞ്ഞയക്കുന്നു. ഇന്ന് നമ്മുടെ ഉമ്മ ഒരൽപ്പം ദേഷ്യത്തിലാണ് എന്ന് പറഞ്ഞ് ആ കുട്ടിയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ചു. പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആലോചിക്കണം, മദീനയുടെ ഭരണാധികാരി, മദീനയുടെ സേനാനായകൻ, അവിടുത്തെ ന്യായാധിപൻ, ഇതെല്ലാം എല്ലാ തിരക്കുകളുമുള്ള വ്യക്തിത്വമാണ്. നമ്മളൊന്ന് ഏതെങ്കിലും നിലക്ക് ഏതെങ്കിലും കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയാൽ ആ പ്രസിഡന്റ് എന്താണ് എന്നുള്ളത് പോലും വീട്ടുകാരറിയും. എങ്ങനെയാണോ ആ കമ്മിറ്റിയിൽ പ്രസിഡന്റ് ആയിരിക്കുന്നത് അല്ലെങ്കിൽ സെക്രട്ടറി ആയിരിക്കുന്നത്, അതേപോലെ തന്നെ വീട്ടുകാരോടും നമ്മൾ ആ പ്രസിഡന്റും സെക്രട്ടറിയുമായി ഇരിക്കും എന്നുള്ളതാണ് നമ്മുടെയൊക്കെ പൊതുവെയുള്ള കാര്യം. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാല് കുത്തി, മുട്ടുകുത്തി അവിടെ ഇരുന്നു. എന്നിട്ട് അതൊക്കെ ഇങ്ങനെ കൈകൊണ്ട് പെറുക്കിയെടുത്തു, പാത്രങ്ങളൊക്കെ ഇങ്ങനെ കൈകൊണ്ട് പെറുക്കിയെടുത്ത് അവിടെ വൃത്തിയാക്കി. ഇത് കണ്ട് ആയിഷ ബീവിയുടെ മനസ്സലിയുന്നു. പിറകിൽ നിന്നും വാരിപ്പുണർന്ന് പ്രവാചകൻ എന്നെ ഒന്ന് ചീത്ത പറഞ്ഞാലുമെന്ന് അങ്ങോട്ട് ആയിഷ ബീവി പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ ഇണകളോട് എങ്ങനെയാണ്, ഞാനും നിങ്ങളും എങ്ങനെയാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നബൂവത്തിന് മുമ്പ് പ്രവാചകൻ ഹിറാ ഗുഹയിൽ ഇരിക്കുന്ന സമയത്ത്, ഹിറാ ഗുഹ കണ്ടവരുണ്ടാകും ഉംറയിൽ പോയപ്പോൾ, ഹജ്ജിന് പോയപ്പോൾ. ജബലുൻ നൂറിന്റെ മുകളിലാണ് ഹിറാ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ പോലെയുള്ള മലകളല്ല, വലിയ വലിയ പാറക്കല്ലുകൾ നിറഞ്ഞ മലയാണ്. ആ മലയിൽ ഇരിക്കുമ്പോൾ ബിസിനസ്സുകാരിയായ, അതായത് കച്ചവടം ചെയ്തിട്ട് പോലും ഭർത്താവിനെ ആ കച്ചവടത്തിൽ പങ്കാളിയാക്കുന്ന ഒരു ഇണ ഖദീജ റളിയല്ലാഹു അൻഹ. തിരക്കുകളൊക്കെയുണ്ട്, കച്ചവടമുണ്ട്. ഒന്ന് ജോലി കിട്ടുമ്പോഴത്തേക്ക് ബാധ്യതകൾ മറക്കുന്നവരാണ് ഇന്ന് പല സ്ത്രീകളും. ഒന്ന് ആലോചിക്കേണ്ടത്, അങ്ങനെ ആ തിരക്കുകളുള്ള ഖദീജ ആ വലിയ പാറക്കല്ലുകൾ ഏന്തി, ആ പാറക്കല്ലുകൾ മറികടന്ന ഹിറാ ഗുഹയിൽ പോയി ഭർത്താവിന് താൻ ഉണ്ടാക്കിയത് കൊണ്ടുപോയി കൊടുക്കണം എന്ന ഒരു നിബന്ധന. ആരെങ്കിലും വിടാം, അയൽവാസിയെ വിടാം, കുടുംബക്കാരെ വിടാം, അതേപോലെ ജോലിക്കാരെ വിടാം. ഒരുപാട് ജോലിക്കാരുകളുള്ള, ഒരുപാട് പറഞ്ഞാൽ ആരും എന്തും ചെയ്യുന്ന അത്രമേൽ സമ്പത്തുള്ള ഖദീജ റളിയല്ലാഹു അൻഹ തൻ്റെ സ്വന്തം കൈകൊണ്ട് താൻ തന്നെ സഞ്ചരിച്ച് താൻ തന്നെ കയറിപ്പോയി കൊടുക്കണം. അങ്ങനെ ആയിരുന്നു പ്രവാചകനും പ്രവാചകന്റെ ഇണകളും ജീവിച്ചിരുന്നത്. പരസ്പരം വിട്ടുവീഴ്ച ചെയ്തും പരസ്പരം ഇണങ്ങിയും പിണങ്ങിയും അങ്ങനെ ജീവിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ നമുക്ക് ജീവിക്കാൻ സാധിക്കണം. അവിടുത്തെ മനോഹരമായ ജീവിതം, ആ ജീവിതത്തെ പുൽകാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ സ്വഭാവം, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ സംസാരം എല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നതുപോലെ ആയിത്തീരാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കണം. അവിടുന്ന് പ്രവാചകന്റെ ജീവിതം അത്രമേൽ സുന്ദരമായ ജീവിതം. ആ പ്രവാചകന്റെ ജീവിതത്തിൽ ആ സ്വഭാവങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അഹബ്ബുന്നാസി ഇലല്ലാഹി അഹ്സനുഹും ഖുൽഖാ, നിങ്ങളിൽ നല്ല സൽസ്വഭാവത്തിന്റെ ആളുകളെയാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം. അക്മൽ മുഅ്മിനി ഈമാനൻ,
അഹ്സനുഹും ഖുൽഖാ. ഒരു വിശ്വാസിയുടെ വിശ്വാസം പൂർത്തിയാവുക അവന്റെ സ്വഭാവം നന്നായി പൂർത്തിയാകുമ്പോഴാണ്. സ്വഭാവം നന്നല്ലേ, സംസാരം നന്നല്ലേ, അതല്ലെങ്കിൽ പെരുമാറ്റം നന്നല്ലേ, ഇതൊന്നും നല്ലതല്ല എങ്കിൽ നമ്മുടെ ഈമാൻ നല്ലതല്ല എന്നുള്ളതാണ് അർത്ഥം. അതുകൊണ്ട് ഈമാനിനെ നല്ലതാക്കണം, സ്വഭാവം നല്ലതാക്കണം, സംസാരം നല്ലതാക്കണം, ക്ഷമ ജീവിതത്തിൽ അവലംബിക്കാൻ നമ്മൾ പഠിക്കണം. എന്തെങ്കിലുമൊക്കെ കാണുമ്പോഴത്തേക്കും കേൾക്കുമ്പോഴത്തേക്കുമുള്ള പ്രതികരണങ്ങൾ നമ്മൾ ഒഴിവാക്കണം. അവിടങ്ങളിലൊക്കെ നമ്മൾ അറിയാത്ത കാര്യങ്ങൾ അറിയുന്നവരോട് ചോദിക്കണം. അതല്ലാതെ ഉടനെ തന്നെ പൊട്ടിത്തെറിച്ച് എന്താണ് എന്ന് പറഞ്ഞ് ആ രൂപത്തിൽ ഇണകൾക്കിടയിൽ, അതല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കിടയിൽ, സഹോദരങ്ങൾക്കിടയിൽ അങ്ങനെയൊന്നും നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ പ്രവാചക ജീവിതത്തെ പുൽകേണ്ടവരാണ്, അവിടത്തെ മാതൃകയാക്കേണ്ടവരാണ് എന്ന ബോധം ഏത് നേരവും ഏത് നിമിഷവും നമ്മളിൽ വേണം. അല്ലാഹു തആല നല്ല സൽസ്വഭാവത്തിന്റെ ഉടമകളായി നമ്മേവരെയും മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പുൽകാൻ, ബിദ്അത്തുകളിൽ നിന്നും മാറി നിൽക്കാൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദുൽ കൗസറിനരികിൽ ചെന്ന് അവിടുത്തെ കരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിച്ച് സ്വർഗത്തിന്റെ ആരാമങ്ങളിൽ പ്രവാചകനോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം കഴിയാൻ അല്ലാഹു തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദർ റസൂലുള്ളാഹ് ജീവിതത്തിൽ ഉടനീളം അവസാനം വരെ അതിൽ അടിയുറച്ച് ജീവിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സാമ്പത്തിക പ്രയാസം, സാമ്പത്തിക മാന്ദ്യം, കടങ്ങളൊക്കെയുള്ള പല ആളുകളുമുണ്ട്. എല്ലാവിധത്തിലുള്ള കടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും റബ്ബ് നമ്മെ ഏവരെയും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ മുസ്ലിമായതിൻ്റെ പേരിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വിശ്വാസികൾ ഞങ്ങൾക്ക് ചുറ്റുമുണ്ട്. ഫലസ്തീനിൽ, അതേപോലെ പലയിടങ്ങളിൽ പല വിധത്തിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ റബ്ബേ, അവർക്ക് നീ സ്ഥൈര്യം നൽകണേ റബ്ബേ. ഫലസ്തീനികൾക്ക് നീ വാഗ്ദാനം ചെയ്ത ആത്യന്തികമായ വിജയം റബ്ബേ നീ നൽകി അനുഗ്രഹിക്കണം റബ്ബേ. ആ ഫലസ്തീനികൾക്ക് നീ സ്ഥൈര്യം നൽകണം, ഈമാനികമായ സ്ഥൈര്യം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ആ ഖുദ്സിന്റെ മണ്ണ് അതിനെ വിശ്വാസികൾക്ക്, മുവഹ്ഹിദീങ്ങൾക്ക് നീ തിരികെ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. പല നിലക്കുമുള്ള കുതന്ത്രക്കാരുടെ കുതന്ത്രങ്ങളിൽ നിന്നും റബ്ബേ ആ മണ്ണിനെ നീ സംരക്ഷിച്ച് അനുഗ്രഹിക്കണം റഹ്മാനെ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനോട് വിരോധം വെച്ച് പുലർത്തുന്ന, അതല്ലെങ്കിൽ അവരെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ, ഉമർ റളിയല്ലാഹു അൻഹുവിനെ, അവരെയൊക്കെ പല നിലക്കും ആക്ഷേപിക്കുകയും അവഹേളിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുന്ന, ഏതുവരെ എന്ന് വെച്ചാൽ നെതന്യാഹുവിന്റെ നായേക്കാൾ മോശമാണ് സിദ്ദീഖും ഉമറും റളിയല്ലാഹു അൻഹുമാ എന്ന് പറഞ്ഞവരാണ് ഷിയാക്കൾ. ആ ഷിയാക്കളുടെ കുതന്ത്രങ്ങളിൽ നിന്നും പ്രിയപ്പെട്ടവരെ നമ്മൾ ജാഗ്രതയുള്ളവരാകണം. ആ ഷിയാക്കൾക്കല്ല ആ ഖുദ്സിന്റെ മണ്ണ്, അത് മുവഹ്ഹിദീങ്ങളുടെ മണ്ണാണ്, അമ്പിയാക്കന്മാരുടെ മണ്ണാണ്. അതുകൊണ്ട് അത് നമ്മൾ തിരിച്ചറിയണം. അത്തരത്തിൽ അല്ലാഹു തആല മുവഹ്ഹിദീങ്ങൾക്ക് അതിനെ തിരിച്ചു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم إنك مجيب دعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم دمر أعداءنا أعداء الدين. اللهم حلك اليهود والمشركين. اللهم انصر إخوان المسلمين والمجاهدين في كل مكان. اللهم حلك اليهود والمشركين. اللهم انصر إخواننا، اللهم انصر إخوان المسلمين والمجاهدين في فلسطين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على خير خلقه محمد والحمد لله رب العالمين وسلام على المرسلين.